കയറ് പൊട്ടുവോ? യെസ്, വണ്ടി എടുക്കാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇതോ കിടക്കണു. വണ്ടികളധികം ഇല്ലെന്ന് തോന്നുന്നു, കുറവാ. അതുകൊണ്ട് ഈ ഇരിക്കുന്ന കിടക്കുന്നൊക്കെ ഉള്ളൂ. യെസ്, അപ്പോൾ സമയം 6:15. 6:30 ആകുമ്പോൾ ഞങ്ങൾക്ക് നോമ്പ് മുറിക്കാൻ പോകണം പള്ളി. അപ്പോൾ നൈസായിട്ട് ഞങ്ങൾ ബസ്സിനാണ് വന്നത്. അപ്പം നൈസായിട്ട് ബാഗ് ഇവിടെ എല്ലാം വണ്ടി വെച്ചിട്ട് പതുക്കെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. കുറച്ചുണ്ട് നടക്കാനില്ലേ? ആ, അപ്പം നോമ്പൊക്കെ മുറിച്ച് കഴിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് വീണ്ടും കുറച്ച് നടക്കാനുണ്ട്. നടന്ന് വരുമ്പോഴത്തേക്ക് കഴിച്ചതൊക്കെ ദഹിക്കും. അപ്പോഴത്തേക്ക് വണ്ടി എടുത്ത് വീട്ടിലോട്ട് വിടാം. അല്ല, ഇപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത പള്ളി ചങ്ങനാശ്ശേരിയില്ല. അപ്പോൾ ഈ വണ്ടി എടുത്തുകൊണ്ട് ചങ്ങനാശ്ശേരിയിലോട്ട് പോയി വണ്ടി ഇനി ഒതുക്കാനോ എടുക്കാനോ ഒന്നും സ്ഥലം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. അപ്പോൾ അതിലും നല്ലത് ഇപ്പം പള്ളിയിൽ പോയി നോമ്പ് മുറിച്ചിട്ട് വന്നിട്ട് വണ്ടി എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, അല്ലേ? അതെ, നടന്നു പോകണം, സീനില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇനി പോയിട്ട് വന്നിട്ട് അപ്പോഴത്തേക്ക് നല്ല ഇരുട്ടുമായിരിക്കില്ലേ? ഓക്കേ. ആ, സെക്യൂരിറ്റിയോടോ? ആ പേപ്പറോ സെക്യൂരിറ്റിയുടെ എല്ലാം? ചേട്ടാ, വണ്ടി എടുക്കുകയാണ് KA01 കർണാടക. പേപ്പർ, അതിൻ്റെ പേപ്പർ കേട്ടില്ല. KA01 AM. ഞങ്ങൾ നോമ്പായിരുന്നേ, പള്ളിയിലോട്ട് പോയതാ. നടന്നു പോയ KA01 AM. എടുത്തോ? ഓക്കെ, ശരി. സമയം കാണുന്നില്ല. എടുത്തെടുത്ത്. ഏഴര. ഇവിടെ ഷോറൂമിൽ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. കണ്ടോ, ഇവിടെ നൈറ്റും പണിയുണ്ട്. ഇവിടെ പക്ഷെ വണ്ടികൾ കുറവാണ്. വണ്ടി എപ്പോഴും ഉണ്ട്, എല്ലാം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇറങ്ങി പോകുന്നതാണ്. ഞാൻ ഗേറ്റിന് അടയ്ക്കുമ്പോൾ ഒരു മഹാരാഷ്ട്ര വണ്ടി 10 വീല്.
ശരി കേട്ടോ. നേരെ വന്ന് അങ്ങോട്ടും കയറും. അവിടെ വണ്ടി ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് അങ്ങോട്ട് കയറി. വണ്ടി ഇവിടെ മണ്ണിൽ കുടുങ്ങി. അപ്പോൾ വേറെ വണ്ടി വെച്ചിട്ട് വലിക്കുക. എന്തൊക്കെയാണോ സംഭവിക്കുന്നത് ഒന്നും അറിയത്തില്ല. ഹൗസിങ് കിടന്ന് കറങ്ങുക വണ്ടിയുടെ. വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഒരിടത്ത് വണ്ടി സൈഡാക്കാൻ വേണ്ടി കൊണ്ട് കയറ്റിയിട്ടതാണ്. വണ്ടി സുരക്ഷിതമായിട്ട് കൊണ്ട് ലുക്ക് സേഫ് പാർക്ക് ചെയ്തതാണ്. വണ്ടി ലോഡില്ലാത്തതുകൊണ്ട് അത് കിടന്ന് അതിൻ്റെ ഹൗസിങ് കിടന്ന് കറങ്ങുന്നു. വണ്ടി റിവേഴ്സ് എടുക്കുന്നില്ല, ആ മണ്ണിനകത്ത് കിടന്ന് കറങ്ങുന്നു. അപ്പോൾ ഇവിടെ ലോഡുമായിട്ട് വന്ന ഒരു 6 വീല് ഇപ്പോൾ അത് വന്നിട്ട് കെട്ടി വലിക്കാം. ജസ്റ്റ് ഒന്ന് അനക്കി ഇതാക്കാൻ വേണ്ടിയാണ്. ഒന്ന് കെട്ടി വലിച്ച് ബാക്കിൽ എടുക്കാൻ വേണ്ടിയാണ്. ഒന്നും പറയണ്ട. എടാ അതിൻ്റെ ഇതും ആ സൈഡിലേക്ക് നോക്കാം. ഈ വണ്ടിയിൽ 6 വീലിനകത്ത് മതി. 6 വീലിനകത്ത് ഫുൾ ലോഡുണ്ട് വണ്ടിയിൽ. അപ്പോൾ അത് വെച്ച് വലിച്ച അവർ തമിഴരാ. അങ്ങോട്ട് ഇനി പോകത്തില്ല, ഫുള്ള് കാടാ. പിടിച്ചോ നീ ഒന്ന് വലിച്ചു നിർത്താ. നമ്മുടെ വണ്ടി ആ 6 വീലിൻ്റെ ആ തമിഴൻ ചേട്ടൻ പുള്ളിയാണ് വണ്ടി എടുക്കുന്നത്. പുള്ളിയുടെ വണ്ടി ലുക്കും എടുക്കുന്നുണ്ട്. നാട്ടുകാർ അതാ വിഷയം. കയറ് പൊട്ടു. പൊട്ടി മറ്റൊരു ടാറ്റായിട്ടാലോ. കട്ടായി. ஏடா இதுவும் கட்டிடா பெல்ட் கூட அந்த இன்னொரு பிட் கயிறு சின்ன கயிறு இன்னும் ഇങ്ങനെ പിടിച്ചാലേ തിരിച്ചു വെച്ചാൽ ഇങ്ങനെ പിരിച്ചു വെക്കാൻ കുറച്ചുകൂടെ കട്ടി കിട്ടും. വേണ്ട ഇങ്ങനെ പിരിക്കണം. ഇങ്ങനെ പിടിച്ച് കുറച്ച് കട്ടി കിട്ടും.
എന്നാൽ തിരിച്ച് എടുക്കാം കൊടുക്കും. भाई இப்படி பிடிச்சா நல்லது. இப்படி இப்படி பெரிய அப்படி போட்டாலும் கட்டாகுமா? அது நெளிஞ்சிரும். ரெண்டாகும். ഓക്കെ. ആ നല്ല ബെൽറ്റ് കിട്ടും. ആ ബെൽറ്റ് ഉണ്ട്. വണ്ടിയിലുണ്ടോ? വണ്ടിയിലില്ല. വണ്ടി ബാക്കി കാറിനകത്ത് ഏതാ? ഇല്ല വന്നില്ല ഒട്ടും വന്നില്ല. പൊട്ടിയല്ലോ ഇപ്പോഴത്തെ ഇത് പൊട്ടി. ബെൽറ്റ് കാറിലുണ്ടോ? ആ ആണ്ടി നിൽക്കുന്നത് എൻ്റെ വാപ്പച്ചിയ ആണ്ടി വെള്ളം സീനില്ലെന്നാ പറയുന്നത്. കലിപ്പ് മൂടാ വിഷയതാ. ഇന്നിപ്പോൾ ഈ കെട്ടി വലിച്ചാൽ എനിക്ക് വീട്ടിൽ പോയി എന്തൊക്കെ കേൾക്കാം അള്ളാഹ്ക്കറിയാം. കൊണ്ടുവന്നതേ ഉള്ളൂ. പ്രാവശ്യപ്പോഴാണ് വണ്ടി കാണുന്നത്. കണ്ടപ്പോൾ തന്നെ വണ്ടി കെട്ടി വലിക്കേണ്ട അവസ്ഥയൊക്കെയായി. ഇന്നിപ്പോൾ ഇതിൻ്റെ വീട്ടിൽ പോയിരുന്ന് ബാക്കി കേൾക്കാം. എനിക്ക് വയ്യ. ഞാനിന്ന് വീട്ടിലോട്ടില്ല. ഞാൻ എന്നാലും വേറെ എവിടെ പോയി കിടക്കാൻ പോവാം. അതുകൊണ്ട് ആദ്യം കെട്ടിയ കയറ് പൊട്ടിപ്പോയി. ഞാൻ ഇവനോട് ഓൾഡ് ഞാൻ പറഞ്ഞ കയറ് വെച്ച് വലിക്കരുത്, കെട്ടിപ്പോകും, പൊട്ടിപ്പോകും. ഇനിയിപ്പോൾ അടുത്തൊന്നുകൂടെ നോക്കട്ടെ. റെഡിയാവുമായിരിക്കും, സെറ്റാവാതെ ഉറപ്പാൻ. ഇത് പുറത്തുനിന്നുള്ളവർ വേറെ ആരും ഇതൊക്കെ പുറത്തുനിന്നുള്ളവരൊന്നുമല്ല. ഇവർക്ക് വേണ്ടി ലോഡ് ഇറക്കാൻ വേണ്ടി ഈ വണ്ടി വന്നത്. ഇവരുടെ സ്വന്തം ഇതിൽ തന്നെ വണ്ടി വന്നതാണ്. ഇവരുടെ ലോഡ് ഇറക്കാൻ വേണ്ടി ഇത് നമ്മുടെ ഇക്കാമാരും ചേട്ടന്മാരും ഒക്കെയാണ് ഈ നിൽക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ഇവിടെ തന്നെ ഉള്ള ഇക്കാമാരും ചേട്ടന്മാരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ലോഡ് ഇറക്കാൻ വന്ന വണ്ടിയാണ് ഇത്. അപ്പം ആ വണ്ടി അല്ല വേറെ പുറത്തുനിന്ന് വന്ന വണ്ടി, അല്ലാതെ ഉള്ള വേറെ പരിചയമില്ലാത്ത വണ്ടിയൊന്നുമല്ല, പരിചയമുള്ള വണ്ടി തന്നെ. കഷ്ടം, ആദ്യം ഒരു കയറ് പൊട്ടിപ്പോയി. രണ്ടാമത് വീണ്ടും സെറ്റ് ചെയ്ത് ഇതാക്കുക. ഇല്ല കേറത്തില്ല. ഇല്ല, മുമ്പ് ഇവിടെ വെച്ചാ ഇതായത് നിന്നത് വണ്ടി. എടുക്കല്ലേ, മുമ്പോട്ട് പോട്ടെ. പറയുമ്പോ എടുത്താൽ മതി. കയറ് പൊട്ടാണ് വരുമായിരുന്നു. ആ പോട്ടെ 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 ആ പോട്ടെ ആ പോട്ടെ ആ നിർത്തി എന്തോടോ ഓണൊക്കെ അടിക്കണ്ടേ? ടെക്നിക്ക് അറിയത്തില്ല അവർക്ക്. കുറച്ച് പുറകോട്ട് പതുക്കോ. ആ മതി. ഞാൻ വിചാരിച്ചു ഈ കയറും പൊട്ടിയൊന്ന്. എന്തായാലും കാര്യമായി. അണ്ണന്റെ വണ്ടിയല്ല, അണ്ണൻ ഈ വണ്ടി എടുത്തില്ലേ? എന്താ സംഭവിച്ചെന്ന് അറിയാം. പുള്ളി വണ്ടി എടുത്തു, കയറ് ടൈറ്റായി.
നീ വണ്ടി എടുത്തില്ല ഇതോ ആ ഓൺ അടിച്ചില്ലേ ഇവനെടുക്കുന്ന എടുപ്പില്ല നീ എടുത്തില്ല നീ എടുത്തില്ല പോയിക്കോളാം നമുക്ക് അങ്ങനത്തെ നാളിக்கலாம் ரோட்ல போய் மழை கிட்ட முடியாது அப்படியா ஒன்னொன்னா வரும் போரும் 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 കമ്പ് വെക്കേണ്ടതായിരുന്നു ഒരു കമ്പ് വെക്കേണ്ടതായിരുന്നു നമുക്ക് വലിയ ഇഷ്ടത്തിനുണ്ടായിരുന്നു നമ്മുടെ അജയൻ്റെ ഉണക്കച്ചുള്ളി ഒത്തിരി കിടപ്പുണ്ടായിരുന്നു കുത്തിക്കറ്റി വെച്ചാൽ ഇത് അറിയാതെ അറിയാതെ റാമുണ്ടാക്കുന്നു ഇതുണ്ടാക്കിയാ പറഞ്ഞു എടുത്ത് കൈ നീ അവിടെ കൈ മാറ്റി റാമങ്ങോട്ട് ഉണ്ടാക്കി അന്നേരം പോട്ടെ ഇത് പഴയ വേണ്ടിയിട്ട് രണ്ട് നല്ലതാ അല്ല ഈ നല്ലതെന്ന് വെച്ചാൽ നമ്മളൊന്ന് സെറ്റായിട്ട് വലുതായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നവന്മാർ ഇതുവരെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ റാമൊക്കെ ഇതിലാണ് അടുത്ത ഇത് കേട്ട് കേട്ടോ ഇറക്കിയില്ലോ ഇത് ഇറക്കി വന്നില്ല വേറെ അവര് ഷാലിമാറിനോട് ചോദിച്ചായിരുന്നു മൊത്തം അല്ലേ രാജി കൊടുക്കാത്തതുണ്ട് വേറെ 10 പരിവാരങ്ങൾ കണ്ടു 7 കള്ളു ചിക്കൻ ആ വെട്ടം കാണത്തില്ല അല്ലേ കാണിക്കായിരുന്നു അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവമാണ് നോമ്പ് കഴിഞ്ഞിട്ടാണ് മാർച്ച് ലാസ്റ്റാണോ ഏപ്രിൽ ഫസ്റ്റാണോ എന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അതിന് കള കെട്ടാൻ വേണ്ടിയുള്ള കച്ചി അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങൾ അതിൻ്റെ അതാണ്ട് ഇത് കവുങ്ങ് എല്ലാം കൊണ്ട് വെച്ചിരിക്കുക ജഗ 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 അതുകൊണ്ട് ഞാൻ അത് കെട്ടി സെറ്റ് ചെയ്ത് വരുമ്പോൾ മുട്ടനായിരിക്കും അതുകൊണ്ട് ഇത് കാണുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല നാളെ വണ്ടി എടുക്കാൻ പോകുമ്പോൾ ഞാൻ കാണിക്കും ക്ലിയറായിട്ട് സ്ട്രക്ചർ കാണിക്കാം